ഹലോ, മലയാളം അക്ഷരമാല ക്ലാസ് 12ലേക്ക് സ്വാഗതം. ഇതുവരെ പഠിച്ച വീഡിയോകളിൽ നിന്നും സ്വരാക്ഷരങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളില് ക, ച, ട, ത, പ ഈ ഒരു സെറ്റ് ഓഫ് അക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോയില് നമ്മൾ അവസാന സെറ്റ് ഓഫ് ഡയറക്റ്റ് അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. ഈ വീഡിയോയില് നമ്മൾ കുറച്ച് കൂടുതൽ പുതിയ അക്ഷരങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ എല്ലാരും ശ്രദ്ധയോടെ പഠിക്കണം. ആദ്യത്തെ അക്ഷരം യാ. യാ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. ഇതില് റ എന്ന അക്ഷരം ഞാൻ പറഞ്ഞു, മലയാള അക്ഷരങ്ങൾ എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഇത്. അപ്പൊ നമുക്ക് ഓരോരോ അക്ഷരങ്ങളായിട്ട് പഠിക്കാം. ആദ്യം ഇതിന്റെ ഓർഡർ ഒന്ന് എല്ലാരും പറഞ്ഞു നോക്കുക. യാ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. ഓക്കെ. യാ, ര, ല, വ ഇതിനൊരു സെറ്റ് ആക്കാം. ഷ, ഷ, സ ഇത് കുറച്ചൊരു സിമിലർ ആണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട് ആണ്. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഷ, പശ. ഷ, ഷർട്ട്. സ, സർപ്പം. ഓക്കെ. ഷ, ഷ, സ. ഇനി അവസാനത്തെ 4 അക്ഷരങ്ങൾ ഹ, ള, ഴ, റ. ആദ്യമായിട്ട് യ. എങ്ങനെയാണ് യ എന്ന് എഴുതുക? ഇത് കാണുന്ന സമയത്ത് ഒരു നൂലൊക്കെ ചുറ്റിക്കിടക്കുന്നത് പോലെ ഉണ്ടല്ലേ? ഇത് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ യ എന്ന് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി കുറച്ച് ചരിഞ്ഞിട്ട് ഇങ്ങനെ വരണം. എന്നിട്ട് അതുപോലെ തിരിച്ചവിടം വരെ. ഇപ്പൊ ഒരു ഹാർട്ട് എന്നൊക്കെ എഴുതിയ പോലെ ഉണ്ടല്ലേ? ഒരു ഹാർട്ട് വരച്ചതുപോലെ ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് അവിടെ എത്തി. അപ്പൊ ഹാർട്ട് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. എന്നാൽ അത് ഹാർട്ടിൽ നിർത്താതെ അതിലേ പോയിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് യാ എന്നാവും. എങ്ങനെയാ എഴുതുക? ഒരു ഹാർട്ട് വരയ്ക്കും പോലെ സ്റ്റാർട്ട് ചെയ്തിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഹാർട്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സെന്ററിലേക്കുള്ള ആ ഒരു കൂർമ്പൊന്നും വേണമെന്നില്ല കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് എഴുതാൻ ഈസി ആവാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവാ, ഇങ്ങനെ വരിക, യാ. എങ്ങനെയാ യാ എഴുതുക? ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് യാ. അടുത്ത അക്ഷരം ഏതായിരുന്നു? രാ. രാ വളരെ ഈസിയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു റാ എഴുതുക, എന്നിട്ടൊരു കുഞ്ഞു സർക്കിളിൽ സ്റ്റോപ്പ് ചെയ്യുക. രാ. ഇങ്ങനെ വരിക, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക. രാ. ഇങ്ങനെ വരിക, രാ. ഇനി എയുടെ ചിഹ്നം നമ്മൾ മുമ്പ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അതെങ്ങനെയായിരുന്നു? അത് ഇങ്ങനെയാണ്. ഈ ഒരു ചിഹ്നത്തിന് തിരിച്ചെഴുതിയിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് ചിലപ്പോ ഈ ചിഹ്നം കാണുമ്പോൾ ഇത് രാ ആണെന്ന് കൺഫ്യൂഷൻ വരും. നമുക്കതിനെ ഒരുമിച്ച് എഴുതി തന്നെ നോക്കാം. കണ്ടില്ലേ? അപ്പൊ ആദ്യം എഴുതിയത് എന്താണ്? അത് എയുടെ ചിഹ്നമാണ്. രണ്ടാമത് എഴുതിയത് രാ ആണ്. എയുടെ ചിഹ്നം ഇത് രാ. അപ്പൊ രാ എന്നെങ്ങനെയാ എഴുതുക? റാ എഴുതിയിട്ട് എൻഡിലൊരു സർക്കിൾ. രാ, രാ, രാ. രാജാവ്, രവി എന്നൊക്കെ പറയുന്ന രാ. അടുത്ത അക്ഷരമാണ് ല. മല, വല ഇതിലൊക്കെ ല വരുന്നുണ്ടല്ലേ? ല എങ്ങനെയാ എഴുതുക? ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം റൈറ്റ് സൈഡിലേക്ക്. ഏറ്റവും മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ല. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി മുകളിലേക്ക് വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്ലോ. ഓക്കെ. അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാ? ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് മുകളിലേക്ക് പോയി അത് അടുത്തൂടി വന്ന് ഇങ്ങനെയാണ് ല. ഒന്നുകൂടി എഴുതി നോക്കിയേ. ഇങ്ങനെ വന്നു, ഇങ്ങനെ ല, ല.
ലാ. ഇനി അടുത്ത അക്ഷരം വ. എങ്ങനെയാണ് വ എന്ന് എഴുതുന്നത്? ഇവിടെ കുറച്ച് വലിയ റ ആണ് എഴുതുന്നത്. എന്നിട്ടൊരു കുഞ്ഞ് സ്ട്രെയിറ്റ് ലൈൻ, എന്നിട്ട് ഇതാണ് വ. ഇത് കാണുമ്പോ നിങ്ങൾക്ക് മുമ്പ് പഠിച്ച വേറെ ഏതെങ്കിലും അക്ഷരത്തിന് ഓർമ്മ വരുന്നുണ്ടോ? അതെ, പ എന്ന അക്ഷരം. എങ്ങനെയായിരുന്നു പ എഴുതുന്നത്? പ എഴുതുമ്പോ കുഞ്ഞ് റ, അതിനുശേഷം സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ ഇങ്ങനെയൊരു ലൈൻ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഈ ഒരു ലൈൻ വലുതാണ്, ഈ ഒരു ലൈൻ കുഞ്ഞാണ്. അതുപോലെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലെ റ ഇവിടെ വലുതാണ്, ഇവിടെ കുഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഈ നീണ്ടു കിടക്കുന്നത് ആരാ? പ. ഈ കുഞ്ഞായിട്ട് എഴുതിയത് ആരാ? വാ. എങ്ങനെയാ വാന്ന് എഴുതുക? റാ, കുഞ്ഞ് സ്ട്രെയിറ്റ് ലൈൻ പോലെയൊക്കെ. വാ 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 വാ. ഓക്കെ, അപ്പൊ പായും വായും കൺഫ്യൂസ്ഡ് ആവരുത്. പാക്ക് നീണ്ട ലൈൻ ആയിരിക്കും. അപ്പൊ വാ എഴുതുമ്പോ ചെറിയ ലൈൻ എഴുതാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അത് പാ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. അടുത്തത് ഷ. നമ്മൾ പറഞ്ഞു ഷ, സ, ഷ. മൂന്നും സിമിലർ സൗണ്ട് ആണ്, പക്ഷെ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ് ആണ്. ഷ. ഷ എങ്ങനെ എഴുതുക? മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ. ഈ ഒരു അക്ഷരം നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഗ എന്നൊരു അക്ഷരം പഠിച്ചിട്ടുണ്ടല്ലേ? ഇത്രയും എഴുതിയാൽ ഗ ആവും. എന്നിട്ട് ഇവിടെ ഒരു സർക്കിളിൽ ഫിനിഷ് ചെയ്താൽ അത് ഷ ആവും. ഇങ്ങനെയാ ഷ എഴുതുക? ഷ. പശ, വിശപ്പ് ഒക്കെ ഷ ആണ്. ഷ. ഓക്കെ, ഷ. അടുത്ത അക്ഷരം ഷ. ഷർട്ട്, മഷി, വിഷം എന്നൊക്കെ പറയുന്ന ഷ ആണ്. അപ്പൊ ഈ ഷ എങ്ങനെയാ എഴുതുക? ഇത് കാണുമ്പം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത്രയ്ക്ക് അങ്ങ് കോംപ്ലിക്കേറ്റഡ് അല്ല. ഇതില് ആദ്യം തന്നെ നമുക്ക് പ എന്ന് എഴുതണം. പ എന്ന് എഴുതാൻ ഇപ്പൊ എല്ലാവർക്കും ഈസി അല്ലേ? പ എഴുതിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് ചരിഞ്ഞു വന്ന് ഇങ്ങനെയാണ് ഷ. എങ്ങനെയാ? ആദ്യം പ എന്ന് എഴുതണം, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ. അതാണ് ഷ. എങ്ങനെയാ? ഇങ്ങനെ പോവാ, ഇങ്ങനെ വന്ന് അതിനുശേഷം ഇങ്ങനെ ഷ. എങ്ങനെയാ എഴുതുന്നത്? ഷ. ഷ. എന്റെ കൂടെ തന്നെ എഴുതാൻ ശ്രമിക്കുക. അടുത്തതാണ് സ. സ എങ്ങനെയാ എഴുതുക? ആദ്യം തന്നെ ഇങ്ങനെ എഴുതുക, പിന്നെ എങ്ങനെയാക്കുക? എങ്ങനെയാ? ഇങ്ങനെ വരിക, സ. ഇങ്ങനെ വന്നിട്ട് സ. ഇങ്ങനെ വന്നിട്ട് സ. ഞാൻ മുമ്പ് നമ്മൾ ഢ ഢ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കുറച്ച് സിമിലർ ആയിട്ടുള്ള അക്ഷരങ്ങൾ ഉണ്ടെന്ന്. ഇപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ഢ എഴുതിയത് മുകളിൽ നിന്നാണ്. ഈ സ തിരിച്ചെഴുതിയ പോലെ മുകളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയാണ് ഢ എഴുതിയത്. പിന്നെയോ ഢ, ഇങ്ങനെയായിരുന്നു ഢ എന്ന് എഴുതിയത്. ഈ അക്ഷരവും സായും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇത് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത അക്ഷരമാണ്, ഇത് മുകളിൽ എൻഡ് ചെയ്യുന്ന അക്ഷരമാണ്. അപ്പൊ ഇതാണ് സ. 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 ഇനി അടുത്ത അക്ഷരം, ഇതിന്റെ പേരാണ് ഹ. ഹ. ഇതെങ്ങനെയാ എഴുതുക? പ ഒക്കെ എഴുതും പോലെ ഇങ്ങനെ പോവാ. എന്നിട്ടോ ഇവിടെ ഒരു വലിയ റ, ഒരു കുഞ്ഞിറ, സ്ട്രെയിറ്റ് ലൈൻ, വലിയ റ, കുഞ്ഞിറ, സ്ട്രെയിറ്റ് ലൈൻ, വലിയ റ, കുഞ്ഞിറ, സ്ട്രെയിറ്റ് ലൈൻ, വലിയ റ. ഇതാണ് ഹ. ഇതിന്റെ കൂടെ എഴുതി നോക്കിയേ. ഹ. 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 അടുത്ത അക്ഷരമാണ് ള. ള നോക്കിയേ, നമ്മൾ മുമ്പ് പഠിച്ച വേറെ പല അക്ഷരങ്ങളുമായിട്ട് സിമിലാരിറ്റി തോന്നും. നമുക്ക് ഓ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട്, ഉ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏകദേശം ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആണ് ഈ ള എന്ന് തോന്നുന്നില്ലേ? എങ്ങനെയാ അപ്പൊ എഴുതുക? കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓ എന്ന് എഴുതി ഇങ്ങനെ. ഇതാണ് ള. ഈ കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്യാ, ഇങ്ങനെ പോയിട്ട് ള. വള, തള, തവള എന്നിനൊക്കെ ള ആവശ്യമാണ് അല്ലെ? ഒരു കുഞ്ഞു സർക്കിളിൽ പോയിട്ട് ഇങ്ങനെ വന്ന് ള. ഇനി എഴുതുക, ഇങ്ങനെയാണ് ള എഴുതുക.
ള. അടുത്ത അക്ഷരം ഴ. പഴം, വാഴ, പുഴ, മഴ എന്നൊക്കെ പറയാറില്ലേ? ചില ആളുകൾക്കൊക്കെ ഈ ഒരു അക്ഷരം പറയുന്ന സമയത്ത് ള, റ എന്നൊക്കെ ആയി പോകും. ഇത് പഴം പറയുന്ന ഴ ആണ്. ഓക്കെ, ഇത് പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താലേ ഈ അക്ഷരം ശരിക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഴ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെങ്ങനെയാ എഴുതുക? ഈ എൻഡിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിൽ പോയി ഇങ്ങനെ ഴ. എങ്ങനെയാ? ഇങ്ങനെ വന്നിട്ട് മുകളിൽ പോയി വന്ന് ഇങ്ങനെ ഴ ഴ ഴ. അപ്പൊ എല്ലാവരും എന്റെ കൂടെ ഒന്ന് എഴുതി നോക്കിയേ. സ്ലോ ആയിട്ട് ഒന്നുകൂടി പോവാം. ഇങ്ങനെ വന്നു, പോയി 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 മേലെ എത്തി, അവിടുന്ന് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഴ. ചില ആളുകളൊക്കെ ഴ എഴുതുമ്പോ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു പോവും. ഇങ്ങനെ തിരിഞ്ഞു പോകരുത്, ഇങ്ങനെയാണ്. ഓക്കെ, ഴ. ഇനി അവസാനത്തെ അക്ഷരമാണ് റ. ഇത് നമ്മൾ മുമ്പും പല പ്രാവശ്യം പറഞ്ഞു. ഇത് ഈസിയാണ് അല്ലേ? റ. എങ്ങനെയാ എഴുത? റ റ റ റ റ റ. അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയും കുറച്ച് അക്ഷരങ്ങൾ കൂടി ഉണ്ട്. കുറച്ച് ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പൊ മലയാളം അക്ഷരങ്ങൾ നിങ്ങളിപ്പോ നോക്കിയാൽ മനസ്സിലാവും, കുറേ അധികം അക്ഷരങ്ങൾ ഉണ്ട്. പക്ഷെ അത് നമുക്ക് മെല്ലെ 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 പഠിച്ച് എക്സ്പേർട്സ് ആവാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.